ഹായ് ഗൈസ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു വരുന്ന പറഞ്ഞാൽ ഈ വീടുണ്ടോ നിങ്ങൾക്ക്? വീടുണ്ടോ? ഈ വീട് നമ്മൾ വിട്ടിട്ടു. ആ വീട് നമ്മൾ ഒഴിവാക്കിയല്ല, നമ്മൾ വീട് മാറി. നമ്മൾ പുതിയ വീട്ടിൽ താമസമാറി. ഞാൻ ഈ വീട്ടിലേക്ക് വന്നതാ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ വന്നതാണ്. ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കട്ടെ. ഞാൻ ജനിച്ച മുതൽ ഇവിടെ ഉള്ളത് എൻ്റെ അമ്മ ഓരുമ്മ ഉള്ളപ്പോൾ ഉള്ള സ്ഥലമാണിത്. പക്ഷേ വീട് പടുത്തുണ്ടാക്കിയിട്ടു. ഞാനൊരു 6 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഈ വീട് ഉണ്ടാക്കുന്നത്. എൻ്റെ റൂം കാണിച്ചതാ. ഇവിടെ ലൈറ്റ് ഇല്ല, ഇവിടെ ഫാനില്ല കേട്ടോ. ഇവിടെ ഫാനില്ല. ഞാൻ അവിടെ എടുക്കുമ്പോൾ ഫാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ മഴ പെയ്താൽ ലീക്കേജ് ഒക്കെ ഉണ്ട്, വെള്ളമൊക്കെ വരും. അതാണ് ആകെയുള്ളൊരു നല്ല റൂം പറഞ്ഞാൽ ഈ റൂമിൻ്റെ കോലൊക്കെ കാണിച്ചതാ. നമ്മളെല്ലാ സാധനങ്ങളും എത്തിച്ചില്ല, കുറച്ച് സാധനങ്ങൾ എത്തിക്കാനും ഉണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ്. ഈ എത്ര വിട്ടുപോയാലും ഉള്ളതാണ് എനിക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടം. എൻ്റെ അമ്മക്ക് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ഇവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കിട്ടുന്നുണ്ടാവും, തോണിൻ്റെ പ്രശ്നമാണ് ഗൈസ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. അതിൻ്റെ കൂടെ നമ്മളെ 2 പൂച്ച ഉണ്ട്. ഇതിൻ്റെ പള്ളയിലുണ്ട് കേട്ടോ. അവിടെ ഓള പൈസ അതിൻ്റെ പള്ളയുണ്ട്, അതിനെ കൊണ്ടുപോകണം. ഇതാണ് എൻ്റെ വീട്, പഴയ വീട്. ഇത് മാത്രമല്ല, ഇത് പഴയ ഓർമ്മകളൊക്കെ ഉണ്ട്. ഇവിടെ പല ഇത് വെച്ചിട്ടാ. ഞാൻ ആദ്യം ഒരു ലൈറ്റ് എടുത്ത് തരാം. ലൈറ്റ് അവിടെ ഫിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം. ലൈറ്റ് ഫിക്സ് ചെയ്ത് ബൾബ് വെച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം എന്ന് പറയേണ്ട ആവശ്യം. ഞാനവിടെ കിടക്കലും ഇവിടെ ഫാനില്ല. ഞാൻ പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ഇവിടെ ലീക്കേജ് മഴക്കാല സമയത്ത് ഇവിടെ ഇങ്ങനെ ലീക്കേജ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഭാഗത്ത് ഇങ്ങനെ ലീക്ക് ഉണ്ടാവും. ഇവിടെ എൻ്റെ പല കാര്യങ്ങളൊക്കെ എഴുതിച്ച സ്ഥലങ്ങളാണ് കൈസ്. ഇതൊക്കെ വെട്ടി ഒഴിവാക്കണം. നല്ലൊരു ഓർമ്മയിന് പറഞ്ഞിട്ട് അതല്ല പോയടാ. എൻ്റെ അമ്മ ഫാമിലിക്കാർക്ക് പുറത്ത് പോകണമെന്ന് വലിയ ആഗ്രഹം. ഒരു പുറത്ത് പോയി. ഇവിടുത്തെ ലൈറ്റ് കൂടെ ഇവിടുത്തെ ലൈറ്റ് കടിച്ചു പോയി. ഇത് അടുക്കള. ഇത് പുറത്തേക്ക് നമ്മൾ അറ്റാച്ച്മെന്റ് ആക്കി എടുത്തത് കേട്ടോ. തത്തൻ്റെ കല്യാണം ആയപ്പോൾ പുറത്തേക്ക് നമ്മൾ ഏറിയൊക്കെ എടുത്തതിന് ചെറുതാക്കി റൂമിൻ്റെ സൈസുള്ള അടുക്കള എടുത്തതിന്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ് നിക്കള ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ സെറ്റാക്കി വെച്ച്. ഇല്ലാത്ത നല്ല സ്ഥലമാണ്. ഇവിടെ വ്യൂ പറഞ്ഞാൽ അവിടെ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നമില്ല. ആയുള്ള പ്രശ്നം തോണിൻ്റെ ആ ഒരു കാരണവശാൽ മാത്രമാണ് ഈ സ്ഥലത്ത് നമ്മൾ പോണത്. ഭാഷ മാറിപ്പോയല്ലേ, നിശാക്കണം. ആ സ്ഥലത്ത് നിന്ന് കാരണവശാൽ മാത്രമാണ് സ്ഥലം വിട്ടോടെ. ഇവിടെ ലോങ്ങിന് കാണിച്ചതാ. ഉണ്ടോ നല്ല നമ്മളെ വീട്. പല ഓർമ്മകളുണ്ടോ അവിടെ. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ കഴിഞ്ഞ് ഈ സ്ഥലമൊക്കെ നമ്മൾ വിറ്റിട്ടു. ഈ സ്ഥലമൊക്കെ നമ്മൾ കൊടുത്തു ഒഴിവാക്കി. മുഖക്കെട്ടല്ല എന്നല്ലേ ഞാൻ ഉറങ്ങി എനിക്ക് നേരത്തെ. ഞാൻ രാവിലെ വീട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വീട് ഉണ്ടാക്കാൻ രാവിലെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ ഉറങ്ങി എണീച്ച് നേരെ കിട്ടി വന്നു. ഇവിടെ കുളിക്കാനുണ്ട്. നമ്മളെ പുതിയ വീട്ടിൽ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ വലിയ ഇതിലേക്ക് മാറി. പക്ഷെ അവിടെ പ്രശ്നം ഞാൻ വീട്ടിലെത്തി കാണിച്ചാൽ പുതിയ വീടിൻ്റെ പ്രശ്നം ഇവിടെ നിന്നല്ല. നല്ല കാശ്. ഇതാണ് എൻ്റെ പഴയ വീട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇങ്ങോട്ടേക്കുള്ള ഒരു വരുത്തൊക്കെ ഉണ്ടാവും. പക്ഷേ പഴയ വീടിൻ്റെ ഫീൽ ഉണ്ടാവില്ല എന്നുള്ളൂ പുതിയ വീട്. അത് ശരിയല്ലേ? ഞാൻ ഇതൊക്കെയാണ് റൂം. അതിൽ 2 റൂം, ഒരു അടുക്കള ഉണ്ട്. ഇവിടെ ഇനി ആദ്യം അടുക്കള. ഇവിടുത്തെ ലൈറ്റ് അടിച്ചു പോയി. ഇവിടെ ഇനി അടുക്കള ഉള്ളത്. അടുക്കളൊക്കെ പൊളിച്ച് പിന്നെ പുറത്തേക്കാണ് നമ്മൾ വലുതാക്കി എടുത്തത്. ഒഴിവാക്കി പഠിച്ചോനെ. അങ്ങനെയൊക്കെയാണ് ലൈഫ്. ഇവിടെ റിസോർട്ട്. ഞാൻ ഒരു മണിബായിൻ്റെ വീഡിയോ എടുത്തില്ലേനു. മണിബായിൻ്റെ അത് അവിടെ നിന്ന് കിട്ടു. എങ്ങനെയൊക്കെയാണ് ഇതാ ഞാൻ പറഞ്ഞ പുറത്തേക്ക് എടുത്ത അടുക്കള. പക്ഷെ വലുതാക്കി എടുക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ എത്തിക്കാനും ഉണ്ട്. എന്തായാലും 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഇവിടെ നിന്നുള്ള ഒരു ബന്ധം കഴിയും. സാധനങ്ങൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് കുളിക്കാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കയറണം. കാരണം അവിടുത്തെ വെള്ളം ശരിയല്ല. ഇവിടെ വന്നിട്ട് തന്നെ കുളിക്കാൻ കഴിയുള്ളൂ. അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വൈകി പറഞ്ഞുതരാം. പുതിയ വീട്ടിലാണ് ഇവിടെ നല്ല ഓർമ്മ ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന്
വേറൊരു ഇത് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് വ്ളോഗിങ് ചെയ്ത സ്ഥലം ഇവിടെ കേട്ടോ. ഈ അടുത്ത് ഈ ചെറിയ ഇട ഉണ്ട്. ഞാൻ പറഞ്ഞു ലേറ്റ് ഇല്ലടാ അവിടെ, ലേറ്റ് ഉണ്ടെങ്കിൽ കാണിച്ചു നീനി. വ്ളോഗിങ്ങിൻ്റെ നല്ല രസമുണ്ട് ഇടാ. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തത് ഇങ്ങനെ ഇനി അറിയും, രാത്രി ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു പൂതി. ആ സമയത്ത് ഒരു ഇതുണ്ടാവും ചൊറി. അപ്പോൾ ഞാൻ എണീച്ച് പോയിട്ട് വ്ളോഗ് അങ്ങോട്ട് ഇട്ട് അതോ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഇത് കഷ്ടപ്പാടറിയോ. ഒരു വീഡിയോ ഉണ്ടാക്കാൻ എന്തെങ്കിലും പറയും തെറ്റും ഡിലീറ്റ് ആക്കും. എത്രയോ വീഡിയോസ് ഉണ്ടാക്കി ഡിലീറ്റ് ആക്കി ഒക്കെ ഒഴിവാക്കി ചെയ്ത് പക്ഷെ ഒരു വീഡിയോ എടുത്ത് ആരോട് അപ്ലോഡ് ചെയ്ത്. ഓ അങ്ങനെയാണ് യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം. അതും ഈ വീട്ടിൽ നിന്നാണ്. പലതും വീട്ടിൽ നിന്ന് തുടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യം. അടിങ്ങെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ബാക്കിയുള്ളതൊക്കെ പുതിയ വീട്ടിൽ നിന്നാണ് തുടങ്ങാൻ കഴിയുള്ളൂ. ഞാൻ അവിടെ കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ വ്ളോഗും കൂടി ഇട്ട വിചാരിച്ചു. അപ്പോൾ ഇതാണ് കാഴ്ചൻ്റെ പഴയ വീട്. എന്തായാലും ഇന്നത്തേക്ക് ഇത്ര, ബാക്കിയുള്ളതൊക്കെ ഞാൻ പുതിയ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പഴയ വീടിൻ്റെ ബന്ധവും ഈ വീടിൻ്റെ ലാസ്റ്റ് വ്ളോഗ് ആവാതെ നിന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇട്ടുണ്ടെങ്കിൽ വലിയത്. വീട്ടിൽ വന്ന് 2 വ്ളോഗ് ഉണ്ടല്ലോ. ഈ റൂമൊക്കെ വലിയതാണ്. ഓ ഈ റൂമിലൊരു എല്ലാവരും ഫാനിൽ എടുക്കും. എൻ്റെ അമ്മ ഫാനിൽ എടുക്കും, ഞാൻ മാത്രം ഫാനില്ലാതെ എടുക്കും കേട്ടോ. അത് നല്ലത് ഇതാ. ഉമ്മ പറയൂ ഒരു ഫാനൊക്കെ ഉണ്ടെങ്കിൽ, ടേബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പൊട്ടി ഒഴിവാക്കി, ഒക്കെ നിലത്ത് വീണ് പൊട്ടി. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതാണ് എൻ്റെ പഴയ വീട്. ഇനി പുതിയ വീടിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്. ഓക്കെ, ബൈ ബൈ.